ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് AGM 2026 മെയ് 31 കോഴിക്കോട്ട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. 1800-ലധികം കരൾ മാറ്റിവെക്കൽ സ്വീകർത്താക്കളും 900 നിസ്വാർത്ഥ ദാതാക്കളും അടങ്ങുന്ന കൂട്ടായ്മയാണ് ഇപ്പോൾ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള. ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിത രീതികളും അവരുടെ വിഷമങ്ങൾ കൂടി മറ്റൊന്നല്ല, ഭാരിച്ച ചെലവുകളേറിയ മരുന്നുകൾ. മാസത്തിൽ ഒരു 30,000 രൂപ വരെ പല ആളുകൾക്കും മരുന്നുകൾ ആദ്യഘട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2 മാസങ്ങൾ കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് കാര്യങ്ങൾ, ഒരുപാട് ചെലവുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അവർ മുന്നോട്ട് ജീവിക്കുന്നത്. പല ആളുകളും അവരുടെ വീടും സ്ഥലവും എല്ലാം പണയപ്പെടുത്തിയും വിറ്റുമാണ് ഈ സർജറിക്ക് തയ്യാറാണ്. പിന്നീട് അങ്ങോട്ട് അവരെ സഹായിക്കാനോ മറ്റു ഒരു രീതിയോ കാണുന്നില്ല, മറ്റൊരു സാഹചര്യവും കാണുന്നില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സംഘടന ആരംഭം. കരൾ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ലിവർ ഫൗണ്ടേഷൻ കേരള ഭാരവാഹികൾ പറഞ്ഞു. അതിനാൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെ ക്ഷേമം ഉറപ്പാക്കാനും കരൾ മാറ്റിവെക്കൽ നടത്തിയവരെ ആദരിക്കാനുമാണ് സംഘടന പ്രവർത്തിക്കുന്നത്. അവയവ മാറ്റത്തിന് വിധേയരായവരുടെയും ദാതാക്കളുടെയും സംഗമം മെയ് 31 കോഴിക്കോട്ട് നടക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ രാജേഷ് കുമാർ, വിജയൻ KV, വിജയൻ കാരന്തൂർ, ബാബു കുരുവിള, MK ബാവ തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ നമ്മുടെ മറ്റുള്ള ജില്ലകൾ 9 ജില്ലകളോളം ഈ മെഡിസിൻ ജില്ലാ പഞ്ചായത്ത് മുഖാന്തരം കൊടുക്കുന്നുണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട മരുന്നുകൾ മാത്രം. പക്ഷെ സർക്കാർ തലത്തിൽ നമുക്ക് ഇതിന്റെ ടെസ്റ്റുകളോ കാര്യങ്ങൾക്കൊന്നുള്ള സൗകര്യങ്ങളില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.